നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും മെൻ്റലി പെർഫെക്റ്റ് ആണോ? നമ്മളെല്ലാവരും മെൻ്റലി സ്ട്രോങ് ആണോ? നമ്മളെല്ലാവരും ഇമോഷണലി ബാലൻസ്ഡ് ആണോ? അതുമല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണോ ശരിക്കും? ഇപ്പോഴുള്ള നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരാണോ? അതോ നമ്മൾ മാനസികമായി വളരെയധികം പ്രയാസങ്ങളും ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉള്ളിലൊതുക്കി എല്ലാം അനുഭവിച്ച് ജീവിക്കുന്നവരാണോ? അതുമല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊക്കെയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാതെ അതിനുള്ള യാതൊരു പരിഹാര മാർഗങ്ങളും തേടാതെ യാന്ത്രികമായി ജീവിതം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നവരാണോ? ഈ അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ പറഞ്ഞിരിക്കുന്ന, അതിൻ്റെ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന വലിയ പ്രായമായ ആളുകൾ വരെ മെൻ്റലി വളരെ വീക്കാണെന്നും അതിൽ 91% ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലെയുള്ള, അതുമല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത പോലുള്ള മാനസിക തലങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മളിൽ പലരും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിൽ പലരും ജീവിതം ആസ്വദിക്കുകയല്ല, ജീവിക്കുകയല്ല, ജീവിതം അനുഭവിച്ചു തീർക്കുകയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മളുടെയൊക്കെ ജീവിതം ഇത്രയധികം പ്രഷറൈസ്ഡ് ആയി തീരാനുള്ള, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള മാനസിക തലത്തിലൂടെയൊക്കെ കടന്നു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് കാരണങ്ങളുണ്ട് എങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും അധികം ഒരു വില്ലനായി നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അത് പറയുമ്പോൾ ക്ലീഷയായിട്ട് തോന്നാം, പക്ഷേ അതാണ് സത്യം. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഓവർ തിങ്കിങ് ആണ്, അമിത ചിന്തയാണ്. ഇത് സംശയലേശമന്യേ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓവർ തിങ്കിങ് അഥവാ അമിത ചിന്ത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സൈലന്റ് കില്ലർ ആണ് എന്ന് വേണം പറയാൻ. ഓവർ തിങ്കിങ്ങിനെ പറ്റി, അത് അവസാനിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ ഓവർ തിങ്കിങ് ഉള്ള, അമിത ചിന്തയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. യാതൊരു ആവശ്യവുമില്ലാതെ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് സ്വയം വിശ്വസിച്ചിട്ടാണെങ്കിൽ പോലും, അയാൾ ആ ദിവസം മുഴുവൻ അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. അയാളുടെ ഈ സ്വഭാവം കാരണം അയാൾക്ക് നല്ലൊരു ജോലിയോ നല്ലൊരു റിലേഷൻഷിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. മനസ്സമാധാനം എന്നത് അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അയാളുടെ ഈ ഒരു വിഷമാവസ്ഥ കണ്ട് അയാളുടെ ഒരു സുഹൃത്ത് അയാളോട് പറഞ്ഞു, തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു അത്ഭുത ശക്തിയുള്ള സന്യാസിയുണ്ട്, നീ അദ്ദേഹത്തെ എന്തായാലും ഒന്ന് പോയി കാണ്, നിന്റെ കാര്യങ്ങളൊക്കെ, വിഷമങ്ങളൊക്കെ അയാളോട് പറ. അദ്ദേഹം വിചാരിച്ചാൽ നിന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കാൻ കഴിയില്ല എന്ന്. അതനുസരിച്ച് ആ സുഹൃത്തിൻ്റെ വാക്ക് കേട്ട് അയാൾ തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള ആ സന്യാസിയുടെ അടുത്ത് പോവുകയും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടതിന് ശേഷം ആ സന്യാസി ഒന്നും മിണ്ടാതെ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. തൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടും ഒരു മറുപടി പോലും തരാതെ എന്തേ സന്യാസി ഉള്ളിലേക്ക് കയറിപ്പോയത് എന്നാലോചിച്ച് അദ്ദേഹത്തിന് വീണ്ടും ടെൻഷനായി. അതെന്താ അദ്ദേഹം ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയത്? അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ അവിടുന്ന് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറിപ്പോയ സന്യാസി ഒരു മൺപാത്രത്തിൽ കുറച്ച് വെള്ളവും എടുത്ത് അയാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഈ ഗ്ലാസ്സിന് അല്ലെങ്കിൽ ഈ മൺപാത്രത്തിന് എത്രത്തോളം ഭാരമുണ്ടാവും എന്ന്. അപ്പോൾ സ്വാഭാവികമായും അയാൾ പറഞ്ഞു, അങ്ങനെ കൃത്യമായി പറയാൻ കഴിയില്ല, പക്ഷെ വലിയ ഭാരമൊന്നുമില്ല, കുറച്ച് ഭാരമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന്. അപ്പോൾ സന്യാസി കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു, എൻ്റെ ചോദ്യം അതല്ല, ഈ ഗ്ലാസ് ഞാൻ കുറച്ച് സമയം എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ഞാൻ ചോദിച്ചതെന്ന്. അപ്പോൾ വളരെ നിസ്സാരമായി അയാൾ മറുപടി പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ സന്യാസി വീണ്ടും ചോദിച്ചു, ശരി, സമ്മതിച്ചു, പക്ഷേ ഞാൻ ഈ ഗ്ലാസ് 1 മണിക്കൂറോളം ഇങ്ങനെ തന്നെ പിടിച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, 1 മണിക്കൂറൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നാൽ സ്വാഭാവികമായും താങ്കളുടെ കൈ വേദനിക്കാൻ തുടങ്ങും എന്ന്.
അപ്പോൾ സന്യാസി വീണ്ടും ചോദിച്ചു, ശരി, അതും സമ്മതിച്ചു. എന്നാൽ ഞാൻ ഈ ഗ്ലാസ് ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കും, താങ്കളുടെ മസിലുകളെല്ലാം ഭയങ്കരമായി ടെൻസ്ഡ് ആവും, ഒരുപക്ഷെ ആ കൈക്ക് വൈകല്യം സംഭവിക്കാൻ പോലും സാധ്യതയുണ്ട്, കാരണം ബ്ലഡ് സർക്കുലേഷനെ പോലും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ അയാളുടെ ഈ മറുപടി കേട്ടപ്പോൾ സന്യാസി തിരിച്ചു ചോദിച്ചു, അതെന്താ അങ്ങനെ? ഈ ചെറിയ മൺഗ്ലാസിന് അത്രയൊക്കെയൊന്നും ഭാരമില്ലല്ലോ. ഞാൻ ഈ ഗ്ലാസ് പിടിച്ചു നിൽക്കുന്തോറും ആ ഗ്ലാസിന് ഭാരമൊട്ട് കൂടുന്നുമില്ല. ആദ്യമുണ്ടായിരുന്ന അതേ ഭാരം തന്നെ ആ ഗ്ലാസ്സിനുള്ളതാനും. പിന്നെ എങ്ങനെയാണ് എൻ്റെ കൈക്ക് താങ്കൾ ഈ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കുക? അപ്പോൾ അയാൾ അതിന് പറഞ്ഞ മറുപടി, ഗ്ലാസ്സിന് ഭാരം കൂടുന്നില്ല, പക്ഷേ താങ്കൾ അത് അധിക സമയം പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് കൈക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ സന്യാസി വീണ്ടും ചോദിച്ചു, അപ്പോൾ ഞാൻ ഈ വേദന മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതിപ്പോൾ? അപ്പോൾ അയാൾ പറഞ്ഞു, ആ ഗ്ലാസ് അങ്ങ് താഴെ വെച്ചാൽ മതി. അപ്പോൾ സന്യാസി ഒരു ചെറിയ ചിരിയോട് പറഞ്ഞു, അപ്പോൾ അത് തന്നെയാണ് ശരി, ആ ഗ്ലാസ് അങ്ങ് താഴെ വെച്ചാൽ മതി, എല്ലാ പ്രശ്നവും തീരും, എല്ലാ വേദനകളും അവസാനിക്കും. അപ്പോൾ സന്യാസി വീണ്ടും ഒരു ചെറിയ പുഞ്ചിരിയോടെ അയാളോട് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ലൈഫിലെ പ്രോബ്ലംസും. നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ എപ്പോഴും അതിനെപ്പറ്റി മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമുക്ക് കൂടുതൽ വേദന മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞകാല മിസ്റ്റേക്കുകളായാലും വരാനിരിക്കുന്ന കാര്യങ്ങളായാലും ചില സമയത്ത് ഇതൊക്കെ ചിന്തിക്കുന്നത് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാൽ ആ മിസ്റ്റേക്കിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കുകയും ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. അതിനു പകരം ആ കാര്യത്തെ തന്നെ മുറുകെ പിടിച്ചിരുന്നാൽ നമ്മളുടെ കയ്യിലെ ഗ്ലാസ് പോലെ അത് നമുക്ക് വേദന മാത്രമേ തരികയുള്ളൂ, ജീവിതത്തിൽ വേദന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരോടും എല്ലാ സമയത്തും വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുള്ളതാണ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിനെ ഓർത്ത് വിഷമിക്കുന്നത് നിർത്തുക, വരാനിരിക്കുന്നതിനെ ഓർത്ത് ആകുലതപ്പെടുന്നതും നിർത്തുക. പകരം ഇന്ന് ചെയ്യാൻ കഴിയുന്നതിൽ ഫോക്കസ് ചെയ്ത് അതിൽ വിജയിക്കാൻ ശ്രമിക്കുക. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വിഷമിക്കുന്നത് നിർത്തുക, ജീവിക്കാൻ ആരംഭിക്കുക. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ, അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.